ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചേന ഫ്രൈയുടേതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഒരു 1/2 കിലോ അളവിൽ ചേന ഞാൻ തോലെല്ലാം ചെത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേമാതിരി പീസാക്കിയിട്ട് നമ്മൾ അല്പം നീളത്തിലും അല്പം കനത്തിലുമാണ് ഞാൻ ഈ ചേന കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതല്ലേ ഇതേമാതിരി. അപ്പോൾ ചേന കഷ്ണങ്ങളൊക്കെ ഞാൻ അതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു 400 ഗ്രാം എടുത്തുള്ളൂ. ഒരു അല്പം കഷ്ണം ഞാൻ അതാ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ട ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിവെള്ളമാണ്. പിന്നെ ഒരു 10 ചുവന്നുള്ളി. ഇപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചു. അത് ചൂടാവുന്ന സമയത്ത് ഈ ചേന കഷ്ണങ്ങൾ കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു 2 സ്പൂണ് പുളിവെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാകുമ്പോൾ ചേനയ്ക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയാണ്. അല്പം ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നാൽ ഉടനെ ഓഫാക്കിയിട്ടൊന്ന് മൂടി വയ്ക്കുക. ഇത്രയും മതി. ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനതെല്ലാം വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞതാ നല്ല ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 2 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ടേബിൾ സ്പൂൺ. ഓയിൽ ചൂടാവുന്ന സമയത്ത് അല്പം കടുക് ഇട്ടുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് ചുവന്നുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളക് കീറിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് അങ്ങോട്ട് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതിലേക്ക് ക്രഷ് ചെയ്ത ചെറിയ ജീരകം ഒരു 1/4 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്ത് ഉടനെ തന്നെ ആ ചേന കഷ്ണങ്ങളും അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചേന ഒന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ടേ ഉള്ളൂ. അത് വെന്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഒരു 1/4 ഭാഗമായിട്ടേ ഉണ്ടാവുള്ളൂ. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് ഇതൊന്ന് 5 മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെക്കണം. അത് 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ കാണുമ്പോൾ അറിയാം ഇപ്പോഴും നമ്മൾക്ക് ചേനയൊന്നും അധികം വെന്തിട്ടുണ്ടാവില്ല. ഒരു ഹാഫ് കുക്കായിട്ട് ഉണ്ടാവുള്ളൂ. ഇനി അത് വേകാൻ വേണ്ടി ഞാൻ ഒരു 2-3 സ്പൂണ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പോരാത്ത ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഒരു 3/4 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂണ് ഗരം മസാല അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ അത് ബോയിൽ ചെയ്യുന്ന സമയത്താണ് നമ്മൾ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തത്. അത് നമ്മൾ ഊറ്റിക്കളഞ്ഞല്ലോ. ഒരു സ്പൂണ് കൂടി ചൂടുവെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ആ പുളിവെള്ളം ഉണ്ടല്ലോ, അതിലൊരു 1/4 സ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് വറ്റി അതിലേക്ക് ചേർന്ന് പിടിക്കും. നേരത്തെ ഒഴിച്ച പുളിവെള്ളം നമ്മൾ പറഞ്ഞ മാതിരി അത് ഊറ്റിക്കളഞ്ഞല്ലോ. അപ്പോൾ അതിലേക്ക് ചേർന്നിരുന്നോളും. ഇനി ഇതൊന്ന് ഒരു 5 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഉടഞ്ഞു പോകുന്ന ചേനയാണെങ്കിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇതങ്ങനെ പെട്ടെന്ന് ഉടഞ്ഞൊന്നും പോവില്ല. പുളിവെള്ളം ചേർത്തുകൊണ്ട് തന്നെ അത് ഒരുപാട് അങ്ങനെ ഉടഞ്ഞു പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ചേനയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റും കൂടി നമുക്ക് അന്ന് വെച്ച് ഇളക്കി കൊടുക്കുക. ഇനി പോരാത്തൊരു ഉപ്പ് കൈ കൊണ്ട് ഞാൻ അതേപോലെ വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. ആ ചുവന്നുള്ളി ഫ്രൈ ആയതും പുളിയുടെ വെള്ളവും മസാലയൊക്കെ കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു മീൻ വറുത്തതിൻ്റെയൊക്കെ ഒരു രുചിയും മണമൊക്കെ ഉണ്ട്. ഇപ്പോൾ കറിവേപ്പില കൂടി ചേർത്ത് ഞാൻ ഫ്ലെയിം ഓഫാക്കി. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളത് യൂസ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ അടിപൊളി ചേന ഫ്രൈ നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാൽ കാണുമ്പോൾ നമുക്ക് കുഴഞ്ഞിട്ടുമില്ല. ഇതേപോലെ ചെയ്താൽ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാം. ഓഫീസിൽ പോകുന്നവർക്കൊക്കെ കൊടുക്കാം. എല്ലാവരും ഇഷ്ടപ്പെടും. ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് പകർത്തി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ചോറിൻ്റെ കൂടെ ഇതന്നെ ധാരാളം മതി. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.